ആമിയെ കൂട്ടിയവർ പുറത്തേക്കിറങ്ങി. യാദവും ആമിയും അവൻ്റെ കാറിലാണ് കയറിയത്. സേവിയറാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആമി കാറിലേക്ക് കയറിയതും ഹിമ വേഗം അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, സേവി, പതുക്കെ പോയാൽ മതി. പിന്നെ വണ്ടി കൊണ്ടുപോയി വല്ല കുണ്ടിലും കുഴിയിലും ഒന്നും ചാടിക്കരുത്, ശ്രദ്ധിക്കണം. അല്പം കർശനമായി ഹിമ ചെറിയമ്മ സേവ്യറിനോട് പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ തലയാട്ടി. ശരി ചെറിയമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴും കാറിലിരുന്ന് ചെറിയമ്മയെ ശ്രദ്ധിക്കുകയായിരുന്നു യാദവും ആമിയും. അവൻ്റെ കണ്ണുകൾ അവരെ തന്നെ നോക്കി നിന്നു. കുട്ടിക്കാലം മുതൽ തനിക്ക് സ്നേഹവും വാത്സല്യവും കോരി തന്നവരാണ് ചെറിയമ്മമാര്. അർജുനും ലക്ഷ്മണനും നവീനും രോഹിതിനും ദീപക്കും ദീപനും എന്തിന് ലച്ചു ജനിച്ചതിന് ശേഷം അതിൽ കുറവ് വന്നിട്ടില്ല. പക്ഷേ താനാണ് എല്ലാവരിൽ നിന്നും മനഃപൂർവ്വം അകന്നു നിന്നത്. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ കണ്ണടച്ചു. ആമിയും അവരെ തന്നെ നോക്കുകയാണ്. യാദവിനോടുള്ള അവരുടെ സ്നേഹമാണ് തന്നോടും തൻ്റെ കുഞ്ഞിനോടും കാണിക്കുന്നത്. അച്ഛൻ കാളിയാർമഠം സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത കുടുംബമാണെന്ന് പറഞ്ഞെങ്കിലും ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിവുള്ളവർ അവിടെയുണ്ടെന്ന് ഇപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്. സേവ്യന് വീണ്ടും എന്തൊക്കെയോ നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് അവർ കാറിലേക്ക് കയറിപ്പോയത്. കാറ് മുൻപോട്ടെടുക്കാൻ യാദവിൻ്റെ അനുവാദം കിട്ടിയതും സേവ്യർ കാർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ മുന്നോട്ടെടുത്തു. തൻ്റെ അടുത്ത് ഫോൺ നോക്കിയിരിക്കുന്ന യാദവിനെ ആമി ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി. ഇന്നത്തെ സംഭവങ്ങളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. തൻ്റെ മേൽ അവൻ കാണിക്കുന്ന അധികാരം അവൾക്ക് എപ്പോഴും അരോചകമായി ആയിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. രാവിലെ മുതലുള്ള യാത്രയുടെ ക്ഷീണവും ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ ആമിയാകെ അവശയായിരുന്നു. പോരാതെ കയ്യിലെ കെട്ടിൽ ചെറിയ വേദനയും നോക്കിയപ്പോൾ ചോര പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് വളകളിട്ടതുകൊണ്ട് ആരും മുറിവ് കാണില്ല. ക്ഷീണം കണ്ണുകളെ ബാധിച്ചതും അവ പതിയെ അടഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് അവളുടെ കണ്ണുകൾ പതിയെ അടച്ചു പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയ യാദവ് കാണുന്നത് ഡോറിനോട് ചാരി തല ചേർത്ത് വെച്ചുറങ്ങുന്ന ആമിയെയാണ്. അവളുടെ ക്ഷീണിച്ച അവശയായ മുഖം കാണി അവൻ എന്തോ വല്ലായ്മ തോന്നി. ഫോൺ താഴെ വെച്ച് പതിയെ അവളുടെ തലയെടുത്ത് അവൻ തൻ്റെ തോളോട് ചേർത്ത് വെച്ചു. പിന്നെ വലത്തെ കൈകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ അവളും അവനോട് ചേർന്ന് നിന്ന് കംഫർട്ടബിളായി ഉറങ്ങി. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സേവ്യറിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അമ്പലത്തിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് കാളിയാർ മഠത്തിലേക്ക്. അതുവരെ ആമി സുഖമായി യാദവിൻ്റെ തോളിൽ തലചായ്ച്ചുറങ്ങി. യാദവും അവളെ ഒരു കൈ കൊണ്ട് തന്നോട് ചേർത്ത് മറുകൈ കൊണ്ട് ഫോണിൽ നോക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് സേവ്യർ ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് സേവ്യർ കാർ നിർത്തിയപ്പോഴാണ് യാദവ് ഫോണിൽ നിന്നും മാറി വീടെത്തിയെന്ന് അറിയുന്നത് പോലും. പതിയെ തൻ്റെ തോളിലേക്ക് നോക്കിയതും ആമി ഇപ്പോഴും വീടെത്തിയത് പോലും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. ശാന്തമായി ഉറങ്ങുന്നവളെ കണ്ടതും യാദവിന് എന്തുകൊണ്ടോ അവളുടെ ഉറക്കം ശല്യപ്പെടുത്താൻ തോന്നിയില്ല. എന്നാൽ പെട്ടെന്നാണ് ഉറക്കത്തിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് ആമി കണ്ണുകൾ വലിച്ചു തുറന്നത്. തന്നെ ചേർത്ത് പിടിച്ച് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന യാദവിനെ കണ്ടതും നിമിഷ നേരം കൊണ്ട് ശാന്ത സ്വരൂപിണിയായിരുന്ന അവളുടെ മുഖം ഭദ്രകാളിയെ പോലെയായി. വെറുപ്പോടെ അവൻ്റെ കൈ തട്ടി മാറ്റിയതിനു ശേഷം അവനിൽ നിന്നും അവൾ വെറുപ്പോടെ അകന്നു മാറി. അവളുടെ ഈ പ്രവൃത്തി അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്പം അടിച്ചാണെങ്കിലും യാദവിന് പുറകെ ആമയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. തൻ്റെ കൺമുന്നിൽ കാണുന്ന വലിയ എട്ടുകെട്ടുന്ന തറവാട്ടിലേക്ക് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ട്രഡീഷണൽ രീതി നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ വീട്, അതിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ പ്രൗഢിയും സൗന്ദര്യവും കണ്ടവൾ കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാദവ് മുൻപോട്ട് നടന്നിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും വേറെ വഴിയില്ലാതെ ആമി അവനോടൊപ്പം നടന്നു. വീടിൻ്റെ മുൻപിലേക്ക് രണ്ടുപേരും എത്തിയതും അതുവരെ അവരെ കാത്തുനിന്ന ആവണിച്ചെറിയമ്മ നിലവിളക്കും താലവുമായി അങ്ങോട്ട് രംഗപ്രവേശം ചെയ്തിരുന്നു. സന്തോഷത്തോടെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞ് ആമയുടെ കയ്യിലേക്ക് നിലവിളക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ ഈ ഒരു ജന്മം ഇനിയുള്ള 7 ജന്മങ്ങളും അവർ ദീർഘായുസോടെ ഒന്നിച്ച് പ്രണയിച്ച് ജീവിക്കണമെന്ന് ചെറിയമ്മ മനമുരുകി പ്രാർത്ഥിച്ചിരുന്നു. സന്തോഷത്തോടെ
അതിലുപരി 1000 സ്വപ്നങ്ങളോടെ തൻ്റെ മുൻപിലേക്ക് നിലവിളക്ക് തന്ന അമ്മയുടെ മുഖത്തേക്ക് എന്തുകൊണ്ടോ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അത് അവരുടെ ആഗ്രഹം ഇനി ഒരിക്കലും സാധിക്കില്ലെന്നറിയുന്നത് കൊണ്ടാകാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത്. തല താഴ്ത്തിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോട് അവരുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി കാളിയാർ മഠത്തിൻ്റെ പുതിയ മരുമകളായി അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ഉള്ളിൽ ചുട്ടുപൊള്ളുകയായിരുന്നു. മനസ്സിനെന്തെന്നില്ലാത്ത ഭാരം വന്ന് നിറയുകയായിരുന്നു. പൂജാമുറിയിലേക്ക് കയറി നിലവിളക്ക് കൊണ്ടുവച്ചതിനു ശേഷം ഒരു ചടങ്ങ് പോലെ കൈകൾ കൂപ്പി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ആ ഭഗവാനോട് ചോദിക്കാൻ അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും അവളെ തോൽപ്പിച്ചുകൊണ്ട് ആ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. പൂജാമുറിയിൽ നിന്നും കണ്ണുനീർ വാർക്കുന്നവളെ ചെറിയമ്മമാർ സന്തോഷത്തോടെ നോക്കി നിന്നു. അവർ കരുതിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ ആനന്ദ കണ്ണീരാണ് അതെന്നാണ്. എന്നാൽ പൂജാമുറിക്ക് പുറത്തു നിന്ന് കണ്ടവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. പിന്നെ ആർക്കും മുഖം കൊടുക്കാതെ വേഗം ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോയി. പൂജാമുറിയിൽ നിന്നും ആമി പുറത്തേക്ക് വന്നതും ആവണി വേഗം ആമിക്ക് മധുരം കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും അവനെ കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് ആരും യാദവിനെ തിരക്കാനും നിന്നില്ല. ലച്ചു, ഏട്ടത്തി ഏട്ടൻ്റെ മുറിയിലേക്കാക്ക്, നല്ല ക്ഷീണം കാണും. ലച്ചുവിനെ നോക്കിക്കൊണ്ട് ആവണി ചെറിയമ്മ പറഞ്ഞതും ലച്ചു ആമിയെ കൂട്ടിക്കൊണ്ട് മേലെ യാദവിൻ്റെ മുറിയിലേക്ക് പോയി. വായ ഏട്ടത്തി, ഇതായി ഏട്ടൻ്റെ മുറി. അനാവശ്യമായി ഏട്ടൻ്റെ മുറിയിലേക്ക് ആരും കയറുന്നത് ഏട്ടന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഏട്ടൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ വിവാഹം പോലും വേണ്ടെന്ന് പറഞ്ഞ് ഏട്ടനെ കൊണ്ട് ഏട്ടത്തിയെ വിവാഹം കഴിപ്പിച്ച ആളല്ലേ. എന്തായാലും ഞാൻ സമ്മതിച്ചു. ലച്ചു ഒരു ചിരിയോടെ ആമിയെ മിററിന് മുൻപിൽ നിർത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നതല്ലാതെ ലച്ചുവിനോടൊന്നും മിണ്ടിയില്ല ആമി. എന്നാൽ അപ്പോഴേക്കും ലച്ചു അവളുടെ മിററിന് മുൻപിലേക്ക് ഇരുത്തിയിരുന്നു. ഈ ഓർണമെൻറ്റ്സും മുല്ലപ്പൂവും എല്ലാം വെച്ചുകൊണ്ട് ഏട്ടത്തിക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവും, ഞാനെല്ലാം അഴിച്ചു തരാം. അത് പറഞ്ഞുകൊണ്ട് ലച്ചു ആമിയുടെ തലയിൽ നിന്ന് മുല്ലപ്പൂവ് എടുത്തു മാറ്റി. പതിയെ മുടി അഴിച്ചിട്ടതും മുട്ടോളം നീണ്ടു നിൽക്കുന്ന അവളുടെ ഇടതൂർന്ന കറുപ്പ് മുടിയിടകളെ ലച്ചു അസൂയയോടെ നോക്കി. എന്ത് ഭംഗിയുള്ള മുടിയാ ഏട്ടത്തിക്ക്. അപ്പോഴും ആമിയൊന്നും മിണ്ടിയില്ല. പിന്നെ ലച്ചു വേഗം അവളുടെ കഴുത്തിൽ നിന്ന് താലി ഒഴുകി ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് എല്ലാം അഴിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഇടത്തെ കൈയിലെ ഓരോ വളകളായി അവൾ അഴിച്ചു മാറ്റി. വലത്തെ കൈയിലേക്ക് ലച്ചുവിൻ്റെ കൈ പോയതും താഴെ നിന്ന് അവൾക്ക് വിളി വന്നിരുന്നു. ഏട്ടത്തി, അമ്മ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു വേഗം താഴേക്ക് പോയി. ആമിയൊന്ന് ശ്വാസമെടുത്തതിനു ശേഷം തൻ്റെ വലത്തെ കൈയിലെ വളകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. വളകൾ ഓരോന്നായി ഊരി മാറ്റുന്നതിനനുസരിച്ച് അവളുടെ കൈയിലെ കെട്ട് കാണാൻ തുടങ്ങിയിരുന്നു. മുറിവിൻ്റെ കെട്ടിൽ നിന്ന് പുറത്തേക്ക് പടർന്ന രക്തത്തുള്ളികൾ ആ വെള്ളത്തുണിയാകെ ചുവപ്പ് പടർത്തിയിരുന്നു. വളകളെല്ലാം അഴിച്ചു വെച്ചതിനു ശേഷം അവൾ തൻ്റെ കയ്യിലുള്ള മുറിവിലേക്ക് നോക്കി. ഇപ്പോഴും ചെറുതായി നീര് വന്നതുപോലെ. 17 യാദവിൻ്റെ മുറിയിലെ ഡ്രോയർ തുറന്നതും അതിനകത്തു നിന്നും മെഡിസിൻ ബോക്സ് കിട്ടി. അതിൽ നിന്ന് കത്രിക പുറത്തേക്കെടുത്ത് അവൾ പതിയെ ആ തുണിയുടെ കെട്ട് മുറിച്ചു മാറ്റി. എന്നാൽ പെട്ടെന്ന് യാദവ് അവളുടെ അടുത്തേക്ക് വന്ന് അവളിൽ നിന്ന് കത്രിക പിടിച്ചു മാറ്റിയിരുന്നു. ഞെട്ടലോടെ അവൾ തല ഉയർത്തി നോക്കുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ നിന്ന് അവൻ ആ മെഡിസിൻ ബോക്സ് പിടിച്ചു വാങ്ങിയിരുന്നു. നിങ്ങളെന്തീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് തൻ്റെ കൈ വലിച്ചു മാറ്റാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈ അവളിൽ മുറുകി. നിനക്ക് തനിയെ മുറി ഡ്രസ് ചെയ്യാൻ കഴിയില്ല, അവിടെ ഇരിക്ക്, ഞാൻ ചെയ്തു തരാം എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു വലിച്ചിരുന്നു. അവൻ സ്പർശിക്കുന്ന തൻ്റെ കൈ പൊള്ളുന്നത് പോലെ തോന്നി അവൾക്ക്. അവനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അവൾ അവനോട് ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ പക അടങ്ങിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തിനാ? ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവളുടെ മുറിവ് ഡ്രസ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളോട് പറഞ്ഞു, നിന്നെ ഞാനിവിടെ പിടിച്ചു വയ്ക്കുന്നില്ല, നിനക്കിവിടെ നിന്ന് പോകാം. പക്ഷെ അതിനു മുൻപ് എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം. ഒരു വേള അവൻ്റെ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ദേഷ്യത്തോടെ അവനിൽ നിന്ന് കൈവലിച്ചു മാറ്റിയിരുന്നു അവൾ. എന്നിട്ട് ദേഷ്യത്തോടെ അവനോട് കയർത്തു, നിങ്ങളുടെ കുഞ്ഞു, എൻ്റെ മാത്രം കുഞ്ഞ്, എൻ്റെ കുഞ്ഞിന് മേലിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അവനോട് പറയുകയായിരുന്നില്ല അവൾ. ഒരു ഭ്രാന്തിയെ പോലെ അലറിയവൾ. അവളുടെ കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. എന്നാൽ അത് കേൾക്കെ യാദവിനും ദേഷ്യം വന്നിരുന്നു.
അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ഗൗരവത്തിൽ അവളോട് ചോദിച്ചു, നീ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടന്നപ്പോൾ ഈ കുഞ്ഞ് നിനക്ക് ദിവ്യഗർഭം ഉണ്ടായതാണോ? അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ എന്നെ കൊണ്ട് പറയിക്കണ്ട? നിനക്കതറിയാലോ. എന്നിട്ടും എനിക്ക് എന്തവകാശമാണെന്ന് ചോദിച്ചാ ഞാൻ മിണ്ടാതിരിക്കണോ? ഈ കുഞ്ഞ് എൻ്റെ രക്തമാണെങ്കിൽ ഒരച്ഛൻ്റെ എല്ലാ അധികാരവും അവകാശവും ഞാൻ കാണിക്കും. അവളെ നോക്കി ഗൗരവത്തിലായിരുന്നു അവൻ്റെ മറുപടി. എന്നാൽ അവൻ്റെ വാക്കുകൾ കേൾക്കെ ആമയ്ക്ക് അവനോട് പുച്ഛവും വെറുപ്പും തോന്നി. അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? അവകാശവും അധികാരവും കാണിക്കാനേ നിങ്ങൾ പ്രണയത്തിലൂടെ എനിക്ക് തന്ന സമ്മാനമല്ല എൻ്റെ കുഞ്ഞ്, നിങ്ങളുടെ പകയിൽ ഉടലെടുത്തതാണ്. അവനെ നോക്കി പറയുമ്പോൾ അവളുടെ ഉള്ളം ആ ഓർമ്മകളിൽ നീറിയിരുന്നു. അതെ, ഞാനത് നിഷേധിക്കുന്നില്ല. നിന്റെ തന്തയോടുള്ള എൻ്റെ പകയിൽ ഉടലെടുത്തതാണ് എൻ്റെ കുഞ്ഞ്. പക്ഷേ അവൻ എൻ്റെ രക്തമാണ്. ഞാൻ അവൻ്റെ അച്ഛനാണ്. അത് നിനക്കെന്നല്ല ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ വാക്കുകളിൽ ഗൗരവത്തോടൊപ്പം അധികാരവും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിവിടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെയാണ്. ആ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നിറഞ്ഞ കണ്ണുകളോടെയാണ് ആമി അത് പറഞ്ഞതെങ്കിലും അവളുടെ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കയ്യിലെ മുറിവ് ഡ്രസ് ചെയ്തതിനു ശേഷം അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനുള്ളത് ഈ വീട്ടിലാണെങ്കിൽ നീയും ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഇവിടെ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിന് നീ ജന്മം കൊടുക്കും. അതിൽ മാറ്റമില്ല. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ തനിക്ക് മാറ്റാനുള്ള വസ്ത്രവും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ആമി അവൻ ഡ്രസ് ചെയ്തു തന്ന് തൻ്റെ മുറിയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. യാദവ് വസ്ത്രം മാറ്റി പുറത്തേക്ക് വന്നപ്പോഴും ആമി മിററിന് മുൻപിൽ ഇരിക്കുകയാണ്. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ ഫോണെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടതിനു ശേഷം അവൻ മുറിയുടെ ഡോറിനടുത്തേക്ക് നടന്നു. ഒന്ന് കുളിച്ച് ഫ്രഷാക്, എന്നിട്ട് എന്തെങ്കിലും കഴിച്ച് റെസ്റ്റ് എടുക്ക്. ഇനി എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് കാണിച്ച ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് എനിക്ക് പറയാനറിയില്ല. അതിന് ഇടവരുത്തരുത്. അവളെ നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞതിനു ശേഷം അവൻ കതക് തുറന്ന് പുറത്തേക്ക് പോയി. പിന്നെ ആമി എഴുന്നേറ്റ് പോയി ഒന്ന് കുളിച്ചു. മുറിവിൽ വെള്ളം തട്ടാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുളി കഴിഞ്ഞ് ബാത്റൂം ചുറ്റി അവൾ മുറിക്ക് അകത്തേക്ക് കയറി. കബോർഡിൽ അടുക്കി വെച്ചിരിക്കുന്ന സാരികളിൽ നിന്ന് ഒരു ലൈറ്റ് കളർ സാരി എടുത്തെടുത്തു. അപ്പോഴാണ് കതകിൽ ആരും മുട്ടുന്ന ശബ്ദം കേട്ടത്. അല്പം മടിച്ചാണെങ്കിലും അവൾ പോയി കതക് തുറന്നു. മുൻപിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും ആമി അവളെ നോക്കി ചിരിച്ചൊന്ന് വരുത്തി. ഏട്ടത്തി ഇവിടെ തന്നെ ഇരിക്കുവാണോ? വാ, നമുക്ക് ഈ തറവാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ആമിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് കിടക്കണമെന്ന് കരുതിയാണ്. എന്നാൽ അതിന് സമ്മതിക്കാതെ ലച്ചു അവളുടെ കൈപിടിച്ച് വലിച്ചിരുന്നു. വാ ഏട്ടത്തി. ലച്ചു. ആ വിളി കേട്ടപ്പോഴാണ് ലച്ചു മുറിയിലേക്ക് വരുന്ന ഹിമയെ കാണുന്നത്. നീ എങ്ങോട്ട് ആമിമോളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ലച്ചുവിനെ നോക്കി കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ആണ് ഹിമ പറഞ്ഞത്. എന്താ അമ്മ, ഞാൻ മര്യാദയ്ക്കൊന്ന് ഏട്ടത്തിയോട് സംസാരിച്ചിട്ട് പോലുമില്ല. അതൊക്കെ പിന്നെ, ഇനിയും സമയമുണ്ട്. ഇപ്പം ആമിമോള് ഇത് കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആമിയോടത് പറയുന്നതിനോടൊപ്പം തൻ്റെ കയ്യിലുള്ള ജ്യൂസും ഫ്രൂട്ട്സും അടങ്ങിയ ട്രേ മുറിയിലേക്ക് വെച്ചിരുന്നു ഹിമ. മോള് വാ, വന്നെന്തെങ്കിലും കഴിക്ക്. ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം ഛർദ്ദിച്ചില്ലേ? ഈ സമയത്ത് ഇങ്ങനെ വയറൊഴിഞ്ഞിരിക്കരുത്. മോള് സമയത്തിന് വല്ലതും കഴിച്ചാലേ കുഞ്ഞിന് വല്ലതും കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിമ ചെറിയമ്മ ആമിയെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തി. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ജ്യൂസ് വെച്ച് കൊടുത്തു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് ലച്ചു. എന്താ അമ്മ പറഞ്ഞത്? കണ്ണുകൾ തുറിച്ചുകൊണ്ട് ലച്ചു ചോദിച്ചതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഹിമ പറഞ്ഞു, അതെ, നിന്റെ വല്യേട്ടനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുക. പോയി. ലച്ചുവിൻ്റെ കിളിയൊക്കെ അതാ കൂടും കുടുക്കയും എടുത്ത് പോകുന്നു. എപ്പോ? ലച്ചു അറിയാതെ ചോദിച്ചു പോയി. എനിക്കറിയില്ല, നിന്റെ വല്യേട്ടൻ വരുമ്പോൾ ചോദിച്ചു നോക്ക്. വലിയ കാര്യമാക്കാതെ ലച്ചുവിനോട് അത് പറഞ്ഞുകൊണ്ട് ഹിമ ആമിക്ക് ഫ്രൂട്ട്സ് ഓരോന്നായി കഴിക്കാൻ എടുത്തു കൊടുത്തു. ആമിയുടെ കൂടെ തന്നെ ഇരുന്ന് അവളെ മുഴുവൻ കഴിപ്പിച്ചാണ് അവർ പോയത്. മോളൊന്ന് മയങ്ങിക്കോ, ചെറിയമ്മ കുറച്ച് കഴിഞ്ഞ് വരാം. ആമിയുടെ തലയിൽ സ്നേഹത്തോടെ ഒന്ന് തടവിയതിനു ശേഷം ചെറിയമ്മ തന്നെ അവളെ ബെഡിലേക്ക് കിടത്തി. പോകുന്ന പോക്കിൽ ലച്ചുവിനെ വലിച്ചുകൊണ്ട് പോകാനും അവർ മറന്നില്ല. ഹിമ ചെറിയമ്മയും ലച്ചുവും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും ക്ഷീണം കൊണ്ട് ആമിയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു.